അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷെരീഫ് ടി പി ആണ്. നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്, കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ ഇതിനൊരു കയറെടുത്തിട്ട് പോയി. കാളെ പ്രസവിക്കോ അതില്ലേ എന്നൊന്ന് അന്വേഷിക്കാനും കേൾക്കാനൊന്നും ഒരു നിൽക്കൂല. ഈ കാളെ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഇത് കേൾക്കുമ്പോൾ ഇതിനെ ഓടുന്ന ആളുകളാണെങ്കിലും ശരി, ഇവർക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാമായിരുന്നു. കാരണം പറയണെന്താ വെച്ചാൽ, ഇന്നലെ KSRTC ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. ഓര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴും നമ്മളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലവില് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇനിയൊരു മന്ത്രിസഭ രൂപീകരിക്കാനൊക്കെ ഉണ്ട്. ഇതിൽ വകുപ്പ് തല തീരുമാനങ്ങളൊക്കെ വരണം. വകുപ്പിൽ ഓരോ വകുപ്പിന് തന്നെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് പാസ്സായിട്ട് വരണം. ഇലക്ഷന്റെ മുമ്പ് ഓല് പ്രഖ്യാപിച്ചിരിക്കുന്നു, കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചിരിക്കുന്നു പറഞ്ഞാണ്ട് മാർക്സിസ്റ്റുകാർക്കെതിരെ പ്രകടനം പ്രശ്നങ്ങളും നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴും ഒരു കാവൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതൊന്ന് മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും, ഈ പറഞ്ഞ പോലെ വിവരം വിദ്യാഭ്യാസവും ഇല്ല ആരുമില്ല നമ്മളെ പാർട്ടിയിൽ വെച്ചില്ലേ. അതേപോലെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളും ഇല്ലേ. ഇപ്പൊ ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യുന്നിട്ട് നമുക്ക് ഇറങ്ങാം. മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് നമുക്ക് 4 ദിവസം കഴിഞ്ഞോട്ടെ, എന്നാലും വകുപ്പ് തല മന്ത്രിമാരൊക്കെ തീരുമാനിക്കും. വേണ്ട, മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞാണ്ടാണെന്നുണ്ടെങ്കിൽ ശരി. അതേപോലെ തന്നെ വേറൊരുത്തി ബസ്സിക്ക് വണ്ടി കയറിയാണ്ട് ബസ് ഓക്ക് തോന്നുന്നിടത്ത് നിർത്തണം. അതെങ്ങനെ നടക്കുമോ? ഒരു ബസ് കയറുമ്പോ ബസ് പല കാറ്റഗറിയിലുള്ള ബസ്സുകളുണ്ട്. ഓർഡിനറി ബസ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, ടൗൺ ടു ടൗൺ ഉണ്ട്. ഇതിലൊക്കെ കയറിക്കാണ്ട് ഓളെ പേരെത്തുമ്പോ ഓക്ക് ഇറങ്ങണം, ഓളെ ആവശ്യങ്ങൾ നടത്താം, ഓക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്ട് നടന്ന എങ്ങനെ നടത്തും? പെണ്ണാണെങ്കിലും ശരി, ആണാണെങ്കിലും ശരി, നിയമം എല്ലാവർക്കും ഒന്നല്ലേ. ഓക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ കാര്യം എന്നെ പ്രശ്നങ്ങൾ അത്ര അത്യാവശ്യമുള്ള ടോയ്ലറ്റ് പോകാനുള്ള വിഷയമൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പറയാം ഓരോട് രഹസ്യമായിട്ട്. അല്ലെങ്കിൽ അത്ര വലിയ വിഷയമൊന്നുമല്ലല്ലോ, ഇത്ര നാണക്കേടേണ്ട വിഷയമൊന്നുമല്ലല്ലോ. ഇപ്പൊ കക്കൂസ് പോകാനാണ്, അത് പറയാം. കക്കൂസ് എനിക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടുന്നിടത്തൊരു വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും നിർത്തി തരാന്ന, അത് നിർത്തി തരാത്ത ആളുകളൊന്നും അത്ര മനുഷ്യത്തല്ലാത്ത ആളുകളൊന്നും അല്ല നമ്മളെ KSRTC-യിലാണെങ്കിലും ബാക്കിയുള്ളതിലാണെങ്കിലുള്ള ആളുകളൊന്നും. കാര്യം പറയാം, എനിക്ക് ഇവിടെ ഇറങ്ങണം, എനിക്ക് ഇവിടെ ഇറങ്ങിയേ പറ്റുള്ളൂ, ഞാൻ ഇവിടെ ഇറങ്ങിപ്പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചവിട്ടി പൊളിച്ചെന്ന് പറഞ്ഞാൽ ആ ഏർപ്പാടൊന്നും നടക്കൂല മോളെ. ആ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ. അങ്ങനെയുള്ള സംഭവം ഒന്നും ഇപ്പൊ നാട്ടിൽ നടക്കൂല. എന്നിട്ട് ഒരു വീഡിയോ എടുത്തുകാണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? 28,000 22,000 ഏറ്റവും ഫൈൻ കൊടുക്കേണ്ടി വന്നു. അപ്പൊ നിയമങ്ങൾ പാലിക്കുക. നിയമങ്ങൾ ആര് ലംഘിച്ചാലും നിയമ നടപടി ഉണ്ടാവും എന്നുള്ളത് ഒന്ന് ഓർക്കുക. അല്ലാതെ തോന്നിയ മാതിരിയാണ് നടക്കുക. അപ്പൊ ഇനി ഇറങ്ങുമ്പോ എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കും. ഇനി മുഖ്യമന്ത്രി വരട്ടെ, അത് ഗതാഗത മന്ത്രി വരട്ടെ, പെൻഷനൊക്കെ ഇന്ന് മുതൽ വേണമെന്നൊക്കെയാണ് ആൾക്കാരെ ഓരോ നിലപാട്. 3000 റുപ്യ ഞങ്ങൾക്ക് ഇന്ന് വേണം. VD സതീശൻ പറഞ്ഞിരിക്കണല്ലോ ഞങ്ങൾക്ക് ഇന്ന് വേണം. വെയിറ്റ് ചെയ്യും, എല്ലാം ശരിയാവും, ഒക്കെ കിട്ടും.